ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഒത്തിരി പഴയൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. സോ ഇതെൻ്റെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്സ് അൺബോക്സിങ് വീഡിയോ ആട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങൾക്ക്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം കിട്ടിക്കഴിയുമ്പോൾ അതിരുന്ന് കളിക്കും. അത് കഴിയുമ്പോൾ അടുത്ത പൊട്ടിക്കാൻ വരുമ്പോൾ അടുത്തത് കളിക്കും. അപ്പോൾ ഇതൊരു കാറാണ്. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പം കാറിങ്ങനെ ഒരുമിച്ച് പോകുന്ന പോലെ. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. നമ്മൾ ബോൾ എറിഞ്ഞ് തട്ടിയിടുമ്പോഴത്തേക്കും പോകുന്നൊരു സംഭവം. അപ്പോൾ ആൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതാ കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് വേണം. ബർത്ത്ഡേ March 24 അപ്പോൾ എല്ലാവരും പോയി ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോ എടുക്കണം, അതുകൊണ്ട് പതുക്കെയൊക്കെ ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് വന്നിട്ടൊരു പാൻറ്റും ടീഷർട്ടുമാണ്. ആൾക്ക് ഡ്രസ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്കൊരു പരിപാടിക്ക് ആൾക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വരാറില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രസ്സ് ഉണ്ട് ആളുടെ കയ്യിൽ. പിന്നെ ആൾ കുഞ്ഞായതുകൊണ്ട് മാമോദീസൊക്കെ കിട്ടിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇടാൻ പറ്റും. പിന്നെ ഇതാ അടുത്ത ചോക്ലേറ്റ്സ് കിട്ടി. അപ്പോൾ ആളിങ്ങനെ വെയിറ്റ് ചെയ്യുക, ഈഗർലി വെയിറ്റിംഗ് ആണ്. എന്താണ് ഇനി പരിപാടി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ ആൾ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ആനക്കുട്ടിയുടെ ബാഗ്. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കിട്ടിയപ്പോൾ പോവാണത്. അതും കൊണ്ട് ബാഗ് ഇടാനൊക്കെ ആയിട്ട് ആൾ പോവാണ്. അത് 1 വയസ്സാണെന്നുണ്ടെങ്കിലും ആൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. ഒരു സാധനത്തിൻ്റെ യൂസ് എന്താണ്, അങ്ങനെയാണ് എന്താണ് ഇതൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡോളിനെ കിട്ടി. ഏത് ഡോളിനെ കിട്ടിയാലും ആൾ വിളിക്കുന്നത് പിങ്കു എന്നാണ്. അപ്പോൾ പിങ്കുവിന് ഇഷ്ടപ്പെട്ടു. പിങ്കുവിനെയും കൊണ്ട് പിന്നെ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചെവിയിൽ ലൈറ്റൊക്കെ എത്തി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ്സ് ആരൊക്കെയാണെന്നൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല, അതൊക്കെ ഞാൻ മറന്നുപോയിപ്പോൾ. ആ ടൈമിൽ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അറിയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ജീൻസ് ആൻഡ് ബ്ലൂ ടോപ്പാണ്. എസ്തുവിന് വൈറ്റ് ജീൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കിട്ടി. ആൾക്ക് നമ്മൾ ജീൻസ് മേടിച്ചിട്ടില്ല. കാരണം ഇപ്പോഴേ അല്ലേ നമുക്ക് കുട്ടിനിക്കറും കാര്യങ്ങളൊക്കെ ഇട്ട് നടത്താൻ പറ്റുള്ളൂ. ജീൻസൊക്കെ വലുതാകുമ്പോഴും ഇടാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ എൻ്റെ ചേച്ചിയും ചേട്ടൻ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ആൾ ആ സമയത്ത് അവിടെ പൂപ്പൊക്കെ ഒഴിച്ച് മമ്മി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഡേ കെയറിൽ പോകുന്ന സമയത്ത് നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യണതുകൊണ്ട് ആൾ പൂപ്പ് ഒഴിക്കുമ്പോൾ പറയാറില്ല. ബട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെയാണ് കണ്ടിന്യൂസ് ഒരു 3-4 ഡേയ്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾ പറയും കേട്ടോ. അപ്പോൾ ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പൊട്ടിക്കാനുള്ള അതിതീവ്രമായ അധ്വാനത്തിലാണ്. നെക്സ്റ്റ് വന്നിട്ടൊരു അടിപൊളി ഡ്രസ്സാട്ടോ. അത് ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരോ കൊടുത്താണ്. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഇംഗ്ലീഷ് ഒരു വെസ്റ്റേൺ ടൈപ്പ്, ഒരു വിൻറ്റേജ് ടൈപ്പ് ഒരു ഡ്രസ്സൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ പപ്പിക്കുട്ടീനെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി തലേദിവസം കിട്ടിയതുകൊണ്ട് അവിടെ അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഒരാളവിടെ കുഞ്ഞിനെയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ണടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ കണ്ണടച്ച് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് വേറൊരു ടൈപ്പ് ഫ്രോക്കാണ്. അതും അടിപൊളിയാണ്. പക്ഷേ അത് ആൾക്ക് വലുതാണ്. ഒരു 3 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഇടാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഹൈറ്റ് കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഡ്രസ്സ്. പിന്നെ നമ്മുടെ ഷേപ്പ് ചെയ്യാൻ കാര്യങ്ങൾക്കൊന്നും നിൽക്കണില്ല. കാരണം വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇടാലോ എന്ന് കരുതിയിട്ട് ഷേപ്പ് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഡാൻസ് കളിക്കാൻ നമുക്ക് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ആൾക്ക് പറ്റിയ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, പെൻസിൽ ബോക്സ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ അത് വേണം. വാട്ടർ ബോട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് അതിനകത്തായി. പിന്നെ അതേ നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ഷർട്ടും ഒരു ട്രൗസറുമാണ്. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ ഒരു ഗ്രീൻ ഡ്രസ് ആൻഡ് ഡെനിമിൻ്റെ ഒരു സ്കർട്ട്. അതും അടിപൊളിയായിട്ട്. അപ്പോൾ ഈസ്റ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറയാം, നമുക്ക് ഈസ്റ്ററിന് ഇത് ഉടുപ്പിക്കാം, അത് ഉടുപ്പിക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, എന്തായാലും ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയുള്ളൂ.